ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിൽ ഇന്ന് നിശബ്ദ പ്രചാരണം. വോട്ടെടുപ്പ് നാളെ. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തം. വോട്ടെടുപ്പിന് പോളിംഗ് ഏജന്റുമാരുടെ ഇരിപ്പിട ക്രമീകരണം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2 ആഴ്ചത്തെ വെടിനിർത്തലിന് യുഎസും ഇറാനും ധാരണയിലെത്തി. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം അനുവദിക്കുമെന്ന് ഇറാൻ. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിജയക്കുതിപ്പ് തുടർന്ന ഇന്ത്യ. 8 ഇന്ത്യൻ ബോക്സർമാർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം പൂർത്തിയായി. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. 140 നിയമസഭാ മണ്ഡലങ്ങളിലായി 883 സ്ഥാനാർത്ഥികളാണ് ഇക്കുറി ജനവിധി തേടുന്നത്. 2.71 കോടി വോട്ടർമാർ സംസ്ഥാനത്ത് സമ്മതിദാനാവകാശം വിനിയോഗിക്കും. ഈ സമയത്ത് പ്രകടനങ്ങളോ പൊതുയോഗങ്ങളോ മൈക്ക് കെട്ടിയുള്ള പ്രചാരണമോ പാടില്ല. ജാഥകൾ, ഘോഷയാത്രകൾ, സംഗീത പരിപാടികൾ, നാടകങ്ങൾ തുടങ്ങി വോട്ടർമാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള മറ്റു വിനോദ പരിപാടികൾക്കും നിരോധനമുണ്ട്. ടെലിവിഷൻ, സിനിമ തുടങ്ങിയവ വഴിയും റേഡിയോയിലൂടെയുമുള്ള പ്രചാരണങ്ങൾക്കും നിരോധനം ബാധകമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സുഗമവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. സംസ്ഥാനം മുഴുവൻ പ്രത്യേക സുരക്ഷാ മേഖലകളാക്കി തിരിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ 76,000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയൊരുക്കുന്നതിന് നിയോഗിച്ചിട്ടുള്ളത്. 2500 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. ലോക്കൽ പോലീസിന് പുറമെ സ്പെഷ്യൽ യൂണിറ്റുകളെയും ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തിനുള്ളിൽ മൊബൈൽ ഫോൺ അനുവദിക്കില്ല. വോട്ടെടുപ്പിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിന്റെയും സുരക്ഷാ സംവിധാനങ്ങളുടെയും ഭാഗമായാണ് പോളിംഗ് ബൂത്തുകളിൽ മൊബൈൽ ഫോണുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. മൊബൈൽ ഫോൺ സൂക്ഷിക്കുന്നതിനായി ചില ജില്ലകളിൽ ഹരിത മൊബൈൽ പൌച്ചുകൾ അവതരിപ്പിക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. വോട്ടെടുപ്പിന് പോളിംഗ് ഏജന്റുമാരുടെ ഇരിപ്പിട ക്രമീകരണം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ പോളിംഗ് ബൂത്തുകളിൽ ഇരിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് അവകാശപ്പെടുന്ന ചില വാർത്തകൾ പ്രചരിച്ചതിനെ തുടർന്നാണ് വിശദീകരണം. പോളിംഗ് ഏജന്റുമാരെ സംബന്ധിച്ച നിലവിലുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും മാറ്റമില്ലാതെ തുടരുമെന്നും കമ്മീഷൻ അറിയിച്ചു. വോട്ടർ ബോധവൽക്കരണത്തിനായുള്ള സ്വീപ്പിന്റെ ഭാഗമായി നടത്തിവരുന്ന ഇൻകിറ്റ് കണ്ണൂർ ക്യാമ്പയിനോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു ബൂത്ത് വീതം വ്യത്യസ്ത തീമിൽ അണിയിച്ചൊരുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. NSS വിദ്യാർത്ഥികളാണ് ഓരോ ബൂത്തും തീം അനുസരിച്ച് അണിയിച്ചൊരുക്കുന്നത്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കണ്ണൂർ പൈതൃകം തീമിലാണ് കണ്ണൂർ മണ്ഡലത്തിലെ ഒരു ബൂത്തിനെ അണിയിച്ചൊരുക്കുക. മനം കുളിർപ്പിക്കുന്ന പ്രകൃതിയും വനം വന്യജീവി ജീവിതവുമാണ് തളിപ്പറമ്പിലെ ബൂത്തിന്റെ തീം. കല്യാശ്ശേരിയിൽ കൃഷിയും, അഴീക്കോട് ആക്സസിബിൾ വോട്ടിംഗും, കൂത്തുപറമ്പ് തീരദേശവും ടൂറിസവും, പയ്യന്നൂരിൽ സ്ത്രീ ശാക്തീകരണവും തീമായി വരും. മട്ടന്നൂരിൽ വോട്ടർ ബോധവൽക്കരണവും, തലശ്ശേരിയിൽ വായനയും, ധർമ്മടത്ത് ഭരണഘടനയും, പേരാവൂരിൽ ഹരിത പോളിംഗ് സ്റ്റേഷനും, ഇരിക്കൂറിൽ കേരള സംസ്കാരവുമാണ് തീമുകൾ. കട്ടൌട്ടുകൾ, ഫോട്ടോ ബൂത്ത്, സെൽഫി വിങ്സ്, തോരണങ്ങൾ എന്നിവ കൊണ്ട് തെരഞ്ഞെടുത്ത ഓരോ ബൂത്തും മനോഹരമാക്കും. കേരളത്തിന് പുറമെ നാളെ വോട്ടെടുപ്പ് നടക്കുന്ന പുതുച്ചേരിയിലും അസമിലും ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. അസമിലെ 126 മണ്ഡലങ്ങളിലേക്കും പുതുച്ചേരിയിലെ 30 മണ്ഡലങ്ങളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ മാസം 23-ന് വോട്ടെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ നടന്നു. പശ്ചിമബംഗാൾ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയും ഇന്നലെയായിരുന്നു. ഈ മാസം 23-നും 29-നും 2 ഘട്ടങ്ങളായാണ് പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പ്. കേരളമടക്കം തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ മെയ് 4-നാണ്. അസം, കേരളം, പുതുച്ചേരി നിയമസഭകളിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അന്താരാഷ്ട്ര തെരഞ്ഞെടുപ്പ് സന്ദർശക പരിപാടിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ SS സന്ധു, വിവേക് ജോഷി എന്നിവർ ചേർന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളെ കമ്മീഷൻ ജനാധിപത്യത്തിന്റെ ഉത്സവങ്ങളായാണ് കാണുന്നതെന്ന് ശ്രീ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. ഡൽഹിയിലെ 5 വിദേശ നയതന്ത്ര കാര്യാലയങ്ങളിലെ അംഗങ്ങൾ ഉൾപ്പെടെ 23 രാജ്യങ്ങളിലെ 43 പ്രതിനിധികളാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് വീക്ഷിക്കാനെത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പശ്ചിമബംഗാളിൽ ജയിലുകളിലും കറക്ഷണൽ ഹോമുകളിലും കർശന നിരീക്ഷണം നടത്താൻ ഉത്തരവിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. പതിവ് പരിശോധനകൾക്ക് പുറമെ അപ്രതീക്ഷിത പരിശോധനകൾ നടത്താനും നിർദ്ദേശമുണ്ട്. മൊബൈൽ ജാമറുകൾ ദിവസേന പരിശോധിക്കണം. സാങ്കേതിക തകരാറുകൾ ഉടനടി പരിഹരിക്കണമെന്നും നിർദ്ദേശം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് പണനയ സമിതിയുടെ നിർണായക തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നത്. സമിതിയുടെ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആദ്യ യോഗമാണിത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ RBI റിപ്പോ നിരക്ക് 5.25% നിലനിർത്തുമെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെ ചരക്കു ഗതാഗതം അനുവദിച്ചാൽ ഇറാനുമായി 2 ആഴ്ചത്തെ വെടിനിർത്തലിൽ ഏർപ്പെടാൻ തയ്യാറെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരായ ആക്രമണങ്ങൾ നിർത്തിവച്ചാൽ വെടിനിർത്തലിന് സമ്മതിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും പ്രഖ്യാപിച്ചു. അതേസമയം ഇറാന്റെ 10 നിർദ്ദേശങ്ങൾ US അംഗീകരിച്ചത് വിജയമെന്ന് ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൌൺസിൽ അവകാശപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്. US ഇതിനകം സൈനിക ലക്ഷ്യങ്ങൾ നേടിയിട്ടുണ്ടെന്നും സംഘർഷം പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഹോർമുസ് വീണ്ടും തുറക്കുന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ വൈദ്യുത നിലയങ്ങൾ, പാലങ്ങൾ തുടങ്ങിയ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുമെന്ന് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2 ആഴ്ചത്തേക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം അനുവദിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു. അതേസമയം സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് ഇറാനിലുള്ള ഇന്ത്യൻ പൌരന്മാർ സുരക്ഷിത ഇടങ്ങളിൽ തന്നെ തുടരാനും ഇന്ത്യൻ എംബസിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാനും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. +9891 2810 9115 +9891 2810 109 എന്നീ നമ്പറുകളിൽ എംബസിയുമായി ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള UN സുരക്ഷാ കൌൺസിലിന്റെ പ്രമേയത്തെ എതിർത്ത് റഷ്യയും ചൈനയും. ബഹ്റൈൻ മുന്നോട്ടുവച്ച പ്രമേയം 15-അംഗ UN സുരക്ഷാ കൌൺസിലിൽ 11 അംഗങ്ങൾ അനുകൂലിക്കുകയും 2 അംഗങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്തു. വീറ്റോ അധികാരമുള്ള സ്ഥിരാംഗങ്ങളായ റഷ്യയും ചൈനയും പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്തതിനാൽ പ്രമേയം അംഗീകരിച്ചില്ല. ഇറാനെ തകർക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയെ വിമർശിച്ച് ലിയോ 14 മാർപ്പാപ്പ. പൊതുജന അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ഏതൊരു ആക്രമണവും അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. യുദ്ധം നിർത്താനും സമാധാനത്തിനായി പ്രവർത്തിക്കാനും പോപ്പ് അഭ്യർത്ഥിച്ചു. മംഗോളിയയിലെ ഉലാൻബത്തറിൽ നടക്കുന്ന ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിജയക്കുതിപ്പ് തുടർന്ന് ഇന്ത്യ. 6 വനിതകളും 2 പുരുഷ താരങ്ങളുമടക്കം ഇന്ത്യയുടെ 8 ബോക്സർമാർ ഫൈനലിൽ കടന്നു. മീനാക്ഷി, ജയ്സിമിൻ, വിശ്വനാഥ് സുരേഷ്, സച്ചിൻ തുടങ്ങിയവരാണ് ചാമ്പ്യൻഷിപ്പിൽ രാജ്യത്തിനായി വെള്ളി മെഡൽ ഉറപ്പിച്ചത്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് ജയം. ഇന്നലെ ഗുവാഹത്തിയിൽ നടന്ന മത്സരത്തിൽ മുംബൈയെ 27 റൺസിനാണ് രാജസ്ഥാൻ പരാജയപ്പെടുത്തിയത്. രാജസ്ഥാൻ ഉയർത്തിയ 151 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈക്ക് 9 വിക്കറ്റ് നഷ്ടത്തിൽ 123 റൺസെടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഡൽഹിയിൽ രാത്രി 7:30 മത്സരം. സംസ്ഥാനത്ത് താപനില ഉയരുന്നു. പാലക്കാട് ജില്ലയിൽ ഇന്നും നാളെയും താപനില 38°C വരെയും, കൊല്ലം, കോട്ടയം, തൃശൂർ ജില്ലകളിൽ 37°C വരെയും ഉയരാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ താപനില 36°C വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിൽ ഇന്ന് നിശബ്ദ പ്രചാരണം. വോട്ടെടുപ്പ് നാളെ. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തം. വോട്ടെടുപ്പിന് പോളിംഗ് ഏജന്റുമാരുടെ ഇരിപ്പിട ക്രമീകരണം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2 ആഴ്ചത്തെ വെടിനിർത്തലിന് USഉം ഇറാനും ധാരണയിലെത്തി. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം അനുവദിക്കുമെന്ന് ഇറാൻ. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിജയക്കുതിപ്പ് തുടർന്ന് ഇന്ത്യ. 8 ഇന്ത്യൻ ബോക്സർമാർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.